Dear students, welcome to another video class. We continue the chapter square and square roots. In that exercise 6.3, sixth question, it is another variety question from the exercise. And the question is, find the smallest number by which 9408 must be divided so that the quotient is a perfect square. അപ്പോൾ നമ്മളൊരു സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. എങ്ങനെ? സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് ഒരു സ്മോളസ്റ്റ് നമ്പർ കൊണ്ട് 9408 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. അതായത് ക്വോഷ്യൻ്റ് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഏത് സ്മോളസ്റ്റ് നമ്പർ കൊണ്ടാണ് നമ്മളിത് ഡിവൈഡ് ചെയ്യേണ്ടത് അത് ഫൈൻഡ് ചെയ്യണം. അതിനുശേഷം ഈ ക്വോഷ്യൻറ്റിൻ്റെ സ്ക്വയർ റൂട്ട്, ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ക്വോഷ്യൻറ്റ്. For that, let us factorize the number 9408. അപ്പോൾ നമുക്ക് സ്മോളസ്റ്റ് നമ്പർ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് കിട്ടും. 9408 വന്നിട്ട് ഈവൻ നമ്പർ ആയാലും ഫസ്റ്റ് പ്രൈം നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4 2s are 8, സബ്ട്രാക്ട് ചെയ്താൽ 1, 4 ഇറക്കിയിട്ടാൽ 7 2s are 14, നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ 0, ഒരു 0 കൂടി ഇറക്കാം. ഇപ്പോൾ 2 0 ഉള്ള കാരണം ഒരു 0 ഇവിടെ എഴുതിയിട്ട് 8 ഇറക്കുക. 4 2s are 8, അപ്പോൾ സബ്ട്രാക്ട് ചെയ്താൽ 0. വീണ്ടും ഈ ക്വോഷ്യൻ്റ് ഇത് ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 2 2s are 4, സബ്ട്രാക്ട് ചെയ്താൽ 0, 7 ഇറക്കുക. 3 2s are 6, സബ്ട്രാക്ട് ചെയ്യുക 1, റിമൈൻഡർ 1, 0 ഇറക്കുക. അപ്പോൾ 5 2s are 10, അപ്പോൾ 0 ആയി. 4 ഇറക്കി. 2 2s are 4, ഇപ്പോൾ 0. വീണ്ടും ഇത് ഈവൻ നമ്പർ 2 കൊണ്ട് ചെയ്യുന്നു. സോ 1 2 is 2, സബ്ട്രാക്ട് ചെയ്താൽ 0 3. ദെൻ നമുക്ക് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് 1 2 is 2, സബ്ട്രാക്ട് ചെയ്താൽ 1, 5 ഇറക്കുക. 7 2s are 14, ദെൻ സബ്ട്രാക്ട് ചെയ്യുക 1, 2 ഇറക്കുക. 6 2s 12, 0. ഈവൻ നമ്പർ, സോ 2 കൊണ്ട് again division. So now this time 5 2s are 10, subtract the 1 7. Now 8 2s are 16, subtract the 1 8. So 8 2s are 16 0. Again even number 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഡിവൈസർ ഇവിടെ എഴുതി പോകണം. ചില കുട്ടികൾ നോട്ട് അയക്കുമ്പോൾ ഈ ഡിവൈസർ ഇവിടെ എഴുതിയില്ല, അത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ഡിവൈസർ 2 എന്നുള്ളത് ഇവിടെ എഴുതി പോകണം. ഈ ഡിവൈസറിലാണ് നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? അടുത്തത് അഗെയിൻ 2 2s are 4, സബ്ട്രാക്ട് ചെയ്ത 1 8. 9 2s are 18, so again 0 8. 4 2s are 8, സബ്ട്രാക്ട് ചെയ്ത 0. again even number 2 കൊണ്ട് ചെയ്യുക. 1 2 is 2, 0 9. 4 2s are 8, സബ്ട്രാക്ട് ചെയ്ത 1. സോ 4 ഇറക്കിയിടാം. അതിനുശേഷം 7 2s are 14. അപ്പോൾ ഇത് ഈവൻ നമ്പർ അല്ല, അതുകൊണ്ട് അടുത്ത പ്രൈം നമ്പർ 2 കഴിഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ആവണമെങ്കിൽ 3ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് ഈ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ 3ൻ്റെ ടേബിളിൽ വരണം. അതായത് 1 + 4 5, 5 + 4 12 എന്ന് പറയുന്ന നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന 3ൻ്റെ ടേബിളിൽ വരുന്ന നമ്പറാണ്. അപ്പോൾ ഈ മൊത്തം നമ്പറും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 എടുക്കുക, ഡിവിസിബിലിറ്റി നോക്കുകയാണ്. അപ്പോൾ 4 3s are 12, subtract ചെയ്താൽ 2.
7 ഇറക്കാം. 9 3s are 27. അപ്പോൾ 0 ആയി. ഇനി 49 നമുക്കറിയാം. 49 7 കൊണ്ട് ഡിവൈഡ് ആവും. 7 7s are 49. സബ്ട്രാക്ട് 0. ഇത് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ആവും, കാരണം അതൊരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഈ നമ്പർ ഈ 9408 നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൈം ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പെയർ 2 × 2 ഒരു പെയർ, വീണ്ടും 2 × 2 മറ്റൊരു പെയർ, 2 × 2 മൂന്നാമത്തെ ഒരു പെയർ, പിന്നെ × 3 × 7 × 7. അപ്പോൾ 7 × 7 പെയറുണ്ട്. 2-ന് എല്ലാ നമ്പേഴ്സിനും പെയറുണ്ട്, 3-ന് പെയറില്ല. അതുകൊണ്ട് നമ്മൾ ഈ നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ദാറ്റ്സ് ദ സ്മോളസ്റ്റ് നമ്പർ, ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് ഇറ്റ് മസ്റ്റ് ബി ഡിവിസിബിൾ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് വെച്ചാൽ 3 ആണ്. എന്തുകൊണ്ട് 3 ചൂസ് ചെയ്തു? ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിനും പെയറുണ്ട്, 3-ന് പെയറില്ല. അപ്പോൾ പെയറില്ലാത്ത നമ്പേഴ്സ് വരുമ്പോൾ അതാണ് നമ്മുടെ ആൻസറായിട്ട് വരിക. സോ 9408 must be divided by 3. ഒരു ഒന്നാമത്തെ ആൻസർ. സോ നമുക്ക് ഇത് ഡിവൈഡ് ചെയ്യാം. സോ 9408 must divide by 3. സോ ക്വസ്റ്റ്യൻ എന്തായിട്ട് വരാൻ നോക്കാം. സോ 3 3s are 9, സബ്ട്രാക്ട് ചെയ്താൽ 0, 4 ഇറക്കാം. 1 3 is 3, സബ്ട്രാക്ട് ചെയ്താൽ 1, 0 ഇറക്കാം. 3 3s are 9, സബ്ട്രാക്ട് ചെയ്യാം, നമുക്ക് 1 ഇറക്കാം. സബ്ട്രാക്ട് ചെയ്തിട്ട് 1 ആണല്ലോ. അപ്പോൾ നമ്മൾ 4 ഇറക്കി, 0 ഇറക്കി, ഇനി 8 ഇറക്കാം. 8 ഇറക്കിയാൽ 6 3s are 18, സോ 0. സോ നമ്പർ നമുക്ക് കിട്ടുന്നത് 3036. സോ 3036 ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ സ്ക്വയർ റൂട്ട് ചെയ്യണം. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ 3136 ആണല്ലോ. ഇത് ഇതിനേക്കാളും ഒരു സിമ്പിൾ മെത്തേഡിൽ നമ്മൾ ചെയ്യാൻ പറ്റും. കാരണം ഈ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. that is meaning. അതായത് 9408നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും ഈ കിട്ടുന്ന ഈ ആൻസർ ഉണ്ടല്ലോ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതാണ്? 3136. അതേ ആൻസർ തന്നെയാണ് നമ്മൾ 2 × 2 2 × 2 × 2 × 2 × 2 × 3 × 7 × 7. ഇപ്പോൾ 9408 ആണ് നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും സെയിം ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ 3 ക്യാൻസലാവും. അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം നമ്മൾ 2 × 2 4 × 2 8 × 2 16 × 2 32 × 2 64 × 64 ഇത് 49. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതേ ആൻസർ തന്നെയായിരിക്കും, അതായത് 3136. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ ഇത് ഫാക്ടറൈസ്, ഈ നമ്പർ തന്നെയാണ് ഫാക്ടറൈസ് ചെയ്തിരിക്കുന്നത്. ഈ 3 നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കിയുള്ളത് തന്നെയാണ് ഈ നമ്പറായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 3136 കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3136 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2 × 2 × 2 × 2 × 2 × 2 × 7 × 7. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് തന്നെയാണ് വരുന്നത്. ഇതിൽ നമ്മൾ 3 ഒഴിവാക്കി, ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ 3 എഴുതിയിട്ടില്ല.
സോ ഇതിൽ നിന്ന് ഓരോ നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് പറയുന്നത് ഓരോ പെയറിൽ ഒരു നമ്പർ, ഇതൊരു പെയർ, അപ്പോൾ അതിൽ നിന്ന് ഒരു 2 എഴുതാം. നെക്സ്റ്റ് പെയറിൽ നിന്ന് ഒരു 2, അടുത്ത പെയറിൽ നിന്ന് ഒരു 2, അടുത്ത പെയറിൽ നിന്ന് ഒരു 7. അപ്പോൾ 2 × 2 × 2 എന്ന് പറയുമ്പോൾ 8 × 7, 8 7s are 56. അപ്പോൾ ഈ കോഷ്യൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 56 ആണ്. The next question is example 8. Find the smallest square number which is divisible by each of the numbers 9, 6, 9 and 15. ചോദ്യം ഇതാണ്, 6, 9 and 15 ഈ 3 നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഈ 3 നമ്പേഴ്സും ഡിവൈസറായിട്ടുള്ള ഒരു സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ, അതിനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, 6, 9, 15 ഈ 3 നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ നമ്പർ ആയിരിക്കും ഈ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ ആയിരിക്കുക. അപ്പോൾ ആദ്യം ഇതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കും ഒരു നമ്പർ ഇതിനുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ നമ്പർ. സോ അത് നമ്മൾ കണ്ടുപിടിക്കാൻ ഈ നമ്പേഴ്സിൻ്റെ LCM ആണ് നമുക്ക് ആവശ്യം. അതായത് 6, 9, 15ൻ്റെ LCM. സോ ഈ 3 നമ്പറും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ 3 നമ്പറും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പർ, ഈ 3 നമ്പറും 3ൻ്റെ ടേബിളിൽ വരുന്നതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര ടൈംസ് ആണ് നമുക്ക്? 3 2s are 6, 3 3s are 9, അതേപോലെ 3 5s are 15. ഇനി ഈ 3 നമ്പറും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ നമ്പർ നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് ഓരോ നമ്പറായിട്ട് ഇതിലുള്ള ഓരോ നമ്പർ സെലക്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് 2 ഡിവൈഡ് ചെയ്താൽ 1. 3 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 3 അങ്ങനെ എഴുതാം. 5 ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല, അപ്പോൾ 5 അങ്ങനെ എഴുതാം. ഇനി 3 എടുക്കുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതങ്ങനെ എഴുതി. 3 കൊണ്ട് 1 ടൈം, പിന്നെ 5 ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 5 അങ്ങനെ എഴുതി. ഇനി അടുത്ത് 5 എടുക്കുക. 1 ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് അതങ്ങനെ എഴുതി. 5ൽ 1 ടൈം, ഇപ്പോൾ 1 1 1 അവസാനിക്കുന്നത്. അപ്പോൾ ഈ 3 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ LCM നമുക്ക് കിട്ടും. LCM ഓഫ് 6, 9 and 15 which is equal to 3 × 3 × 2 × 5. അപ്പോൾ 3 3s are 9, 2 5s are 10. അപ്പോൾ 9 അതായത് 9 × 10 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഒരു 90. 90 എന്ന് പറയുന്നത് സ്ക്വയർ നമ്പർ, സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ അല്ല, പക്ഷേ ഈ 3 നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ മൾട്ടിപ്പിളാണ്. അപ്പോൾ അടുത്തത് സ്ക്വയർ നമ്പർ നമുക്ക് ആവശ്യം, സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ. ഇതിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പം 90യുടെ ഫാക്ടറൈസേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ 3 × 3 ഇതൊരു പെയറാണ്. 2ന് പെയറില്ല, 5ന് പെയറില്ല. അപ്പോൾ ഇത് രണ്ടിനും പെയർ ഉണ്ടാക്കിയാൽ നമുക്ക് ആ സ്മോളസ്റ്റ് നമ്പർ കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ വിച്ച് ഈസ് ഈക്വൽ ടു 90യുടെ കൂടെ 2 × 5, കാരണം ഇത് പെയറാക്കി എടുക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ 2 × 5 എന്നുള്ളത് 10 ആണ്. 10 × 90 900. സോ 900 is the smallest square number by which each of these numbers 6 and 9 and 15 is divisible. So the answer is here 900. The next topic you should understand about estimating the number, which means ഇപ്പോൾ നമ്മൾ എടുക്കുകയാണ് സ്ക്വയർ റൂട്ട് ഓഫ് 529 which is equal to 23.
529ൻ്റെ സ്ക്വയർ റൂട്ട് 23 ആണ്. ഇപ്പോൾ ഇതിൽ 3 ഡിജിറ്റ്സും ഇതിൻ്റെ ആൻസറിൽ 2 ഡിജിറ്റ്സുമാണ് ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക? അതായത് 529ൻ്റെ സ്ക്വയർ റൂട്ടിൽ എത്ര ഡിജിറ്റ്സ് കാണും? 2 ഡിജിറ്റ്സ് ആണുള്ളത്. ഇത് എസ്റ്റിമേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ നമ്പേഴ്സിനെ ഗ്രൂപ്പ് ആക്കുക. ഫ്രം റൈറ്റ് സൈഡ് ടു ലെഫ്റ്റ്, റൈറ്റ് ടു ലെഫ്റ്റ് 2 നമ്പേഴ്സായിട്ട് ഒരു ഗ്രൂപ്പ് ആക്കുക. അപ്പോൾ 29 ഒരു ഗ്രൂപ്പ്, 2 നമ്പേഴ്സ്. ഇവിടെ ഒരു നമ്പറേ ഉള്ളൂ. 2 നമ്പേഴ്സ് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു, പക്ഷേ ഒരു നമ്പർ ഉള്ളതുകൊണ്ട് ഇതൊരു ഗ്രൂപ്പ്. അപ്പോൾ ഈ 2 ബാർസാണുള്ളത്. ആ ബാർസിൻ്റെ എത്ര ബാറുണ്ട് അതിൻ്റെ കൗണ്ട് ചെയ്താൽ തന്നെ നമുക്ക് ഡിജിറ്റ്സ് കിട്ടും. ഇവിടെ നമുക്ക് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ഒരു ഗ്രൂപ്പ്, ഇത് 2 ഗ്രൂപ്പ്, അങ്ങനെ 2 നമ്പേഴ്സ് പെയറാക്കാം. ഇപ്പോൾ 2 പെയറുള്ളവരുണ്ട് നമുക്കിവിടെ 64. 2 ഗ്രൂപ്പുള്ളവരുണ്ട് 2 ഡിജിറ്റ്സ് ആൻസറിലും 2 ഡിജിറ്റായിട്ട് വരും. ലൈക്ക് ദിസ് യു ക്യാൻ പ്രിഡിക്റ്റ് ഓർ എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ആൻസർ. Dear students, next what we are going to learn to find the square root by another method. This method is called as division method. This is the third method we are learning. First we learned subtraction, repeated subtraction method. This is the first method to find the square root. The second method, ഈ സബ്ട്രാക്ഷൻ മെത്തേഡ് വന്നിട്ട് വലിയ നമ്പേഴ്സിന് കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, കുറേ സ്റ്റെപ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അടുത്തൊരു മെത്തേഡ് പഠിക്കുന്നത്, പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്ന മെത്തേഡ്. അതിലും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വലിയ നമ്പർ, ഇപ്പോൾ നമ്മളൊരു കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ നോക്കി, അതായത് 9408 അപ്പോൾ നമ്മൾ കുറേ പ്രൈം ഫാക്ടറൈസ് ചെയ്യേണ്ടി വന്നു. വലിയ നമ്പേഴ്സിന് പ്രൈം ഫാക്ടർ ചെയ്യുമ്പോൾ ഒരുപാട് സമയം പിടിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെയാളും കുറച്ച് സമയം കുറവായിട്ട് നമുക്ക് സ്റ്റെപ്സ് കുറവായിട്ടും വരുന്ന മെത്തേഡാണ് ഡിവിഷൻ മെത്തേഡ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഡിവിഷൻ ചെയ്യുന്ന പോലെയാണ്, കുറച്ചൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് നമുക്ക് 729 നമ്മൾ ഈ എസ്റ്റിമേഷനിൽ ചെയ്ത പോലെ തന്നെ ഗ്രൂപ്പ് ആക്കുക. ആദ്യം ഇതിങ്ങനെ 2 ഗ്രൂപ്പ്, ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ നിന്ന് ഇതൊരു 2 നമ്പേഴ്സ് ഒരു ഗ്രൂപ്പും, പിന്നെ 2 നമ്പേഴ്സ് ഇല്ല ഒരു നമ്പർ, അതുകൊണ്ട് അതൊരു ഗ്രൂപ്പ് ആക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിവിഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ആദ്യം ഈ ഒരു ഗ്രൂപ്പിൽ 7, ഈ 7നേക്കാളും കുറഞ്ഞ സ്ക്വയർ നമ്പർ ഏതാണ് ഈ ലിസ്റ്റിൽ നോക്കുക. 7നേക്കാളും കുറഞ്ഞ സ്ക്വയർ നമ്പർ 4 ആണ്. അപ്പോൾ 4 ഏത് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 വരുന്നത് 2 × 2, അതായത് 2 സ്ക്വയർ. അപ്പോൾ ഇവിടെ 2 × 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടുന്നുണ്ട്. പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഡിവിഷൻ മെത്തേഡിൽ സബ്ട്രാക്ഷൻ പോലെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 ആണ് കിട്ടുന്നത്. അതിനുശേഷം സാധാരണ നമ്മൾ ഒരു നമ്പറാണ് ഇറക്കിയിടുക. പക്ഷേ ഈ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ഗ്രൂപ്പായിട്ട് ഇറക്കുക. അടുത്ത ഗ്രൂപ്പിലുള്ള നമ്പർ 29, ആ ഗ്രൂപ്പ് അങ്ങനെ തന്നെ ഇറക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് ഈ നമ്പർ, ഇവിടെയുള്ള ഈ നമ്പറിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4. ഇനി ഈ 4ൻ്റെ കൂടെ ഒരു നമ്പർ ഇവിടെ നമ്മൾ എഴുതണം, അതേ നമ്പർ ഇവിടെയും എഴുതണം. ആ നമ്പർ ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള അവസാനത്തെ നമ്പർ നോക്കുക. ദറ്റ് ഈസ് 329, അവസാനത്തെ ഡിജിറ്റ് 9. സോ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യും, ഏത് നമ്പേഴ്സിൻ്റെ സ്ക്വയറാണ് 9ൽ അവസാനിക്കാൻ നോക്കുക. ഇവിടെ 2 ഓപ്ഷനാണുള്ളത്, ഒന്ന് 3യും മറ്റൊന്ന് 7ഉമാണ്. അപ്പോൾ 3 × 3 ചെയ്താലും 9 കിട്ടും, 7 × 7 ചെയ്താലും നമുക്ക് 9ൽ അവസാനിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 2 നമ്പേഴ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ആദ്യം നമ്മൾ 3 ട്രൈ ചെയ്ത് നോക്കാം. ഈ പ്ലേസിൽ, ഈ ഡോട്ടുള്ള പ്ലേസ് 3 ഇടുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ 43, 4ഉം അടുത്ത് 3 ഇടുക എന്ന് വിചാരിക്കുക. 43 ഇവിടെ 3, അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 43 3 ഇവിടെ 3 ഇടുമെന്ന് വിചാരിക്കുക. അപ്പോൾ 3 കൊണ്ട് 3 × 3 9 ആണല്ലോ. അപ്പോൾ 3 3s are 9, 4 3s are 12, 129 വരുന്നുള്ളൂ. അപ്പോൾ അടുത്ത ഓപ്ഷൻ ഞാൻ പറഞ്ഞ പോലെ 7 ആണ്. 7 × 7, അതായത് ഈ 47, 4 7, ഈ പ്ലേസിൽ 7 ഇട്ടാൽ അപ്പോൾ 47 × 7, 7 7s are 49. നമുക്കൊരു ബാക്കി 4 ഉണ്ട്. 7 4s are 28 + 2 32, 329 വരുന്നുണ്ട്. സോ ഈ പ്ലേസിൽ വരുന്ന നമ്പർ 7 ആണ്.
അപ്പോൾ 7 ഇൻറ്റു 49 എന്ന് പറയുമ്പോൾ 329. സബ്ട്രാക്ട് ചെയ്താൽ 0. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യൻ്റാണ് നമ്മുടെ സ്ക്വയർ റൂട്ട്. അപ്പോൾ ദെയർഫോർ സ്ക്വയർ റൂട്ട് ഓഫ് 729 is equal to 27. ഇതാണ് നമ്മുടെ ലോങ് ഡിവിഷൻ മെത്തേഡ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം ഈ മെത്തേഡ് മനസ്സിലാക്കാൻ. ഇപ്പോൾ രണ്ടാമത്തെ വരുന്ന നമ്പർ 1096. അപ്പോൾ ഇതിനെ 2 പെയറാക്കി നമ്മൾ ഡിവിഷൻ ചെയ്യുകയാണ്. ഇപ്പോൾ ആദ്യത്തെ പെയറിനേക്കാളും കുറഞ്ഞ സ്ക്വയർ നമ്പർ ഈ ലിസ്റ്റിൽ നോക്കുക. അപ്പോൾ 12നേക്കാളും കുറഞ്ഞ സ്ക്വയർ നമ്പർ അപ്പോൾ 9 ആണ്. 3 ഇൻറ്റു 3 ചെയ്താലാണ് 9 കിട്ടുക. അതുകൊണ്ട് 3 ഇൻറ്റു 9, 3 ഇൻറ്റു 3 9. ഇനി സബ്ട്രാക്റ്റ് ചെയ്യുക, നമുക്ക് കിട്ടുന്ന നമ്പർ 3 ആണ്. ഇനി അടുത്ത ഗ്രൂപ്പ് അങ്ങനെ ഇറക്കിയിടുക, 396 അങ്ങനെ ഇറക്കിയിടുക, 396 ഇറക്കിയിട്ടു. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്ത പോലെ ഇവിടെ ചെയ്യാം. സോ ലൈക്ക് 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടില്ല. അതേപോലെ ഈ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 3s are 6. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു പ്ലേസിൽ ഒരു നമ്പർ ഇടണം. സോ ദാറ്റ് നമ്പർ ബേസ്ഡ് ഓൺ ദിസ് വൺസ് ഡിജിറ്റ്. ഇവിടെ 6 ആണ്. അപ്പോൾ 6ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 4 സ്ക്വയർ 6ൽ അവസാനിക്കുന്നുണ്ട്. ദെൻ 6 സ്ക്വയർ 6 ഇൻറ്റു 6 36 അവസാനിക്കുന്നുണ്ട്. അപ്പോൾ 6ൻ്റെ കൂടെ ആദ്യം നമുക്ക് 4 ട്രൈ ചെയ്യാം. സോ 64 ഇൻറ്റു 4, 4 4s are 16. 1 we can write here, and then 6 4s are 24 plus 1 25. അപ്പോൾ ഈ നമ്പർ മാച്ച് ആവുന്നില്ല. അപ്പോൾ അടുത്തത് 6 വെച്ച് സെലക്ട് ചെയ്യാം. വി ക്യാൻ ട്രൈ വിത്ത് 6. സോ 6ൻ്റെ കൂടെ 6 എഴുതാം. 66 ഇൻറ്റു 6. So 6 6 are 36 and 6 3 we can write here. So 6 into 6 36 plus 3 39. So we can write 6 here. 6 times 66 നമുക്ക് 396 0 കിട്ടുന്നുണ്ട്. So the quotient at this time 0 കിട്ടുമ്പോൾ quotient at this time is the square root. So square root of 1296 is equal to 36. Dear students, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The question is example 10. Find the least number that must be subtracted from 5607 so as to get a perfect square. ഇപ്പോൾ നമ്മളൊരു ലീസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. ദാറ്റ് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ്. ആ നമ്പർ when we subtract from 5607 we get a perfect square, and also find the square root of the perfect square. അപ്പോൾ നമ്മൾ ഒരു 5607 ഒരു നമ്പർ സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും. അപ്പോൾ ഏത് നമ്പറാണ് സബ്ട്രാക്റ്റ് ചെയ്യേണ്ടത് എന്ന് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് ഡിവിഷൻ മെത്തേഡാണ്. 507 2 ഗ്രൂപ്പാക്കി വയ്ക്കാം. സോ ഹിയർ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ക്വയർ നമ്പർ നമുക്ക് സ്ക്വയർ നമ്പർ ആവശ്യമാണല്ലോ, അത് എഴുതാം. നമുക്ക് 1 into 1 1, 2 into 2 4, 3 into 3 9, 4 into 4 16, 5 into 5 5 square 25, 6 into 6 36, 7 into 7 49, 8 into 8 64, 9 into 9 81. ഇപ്പോൾ അതിപ്പോൾ നമ്മൾ 2 ഗ്രൂപ്പാക്കി റൈറ്റ് സൈഡിന് 2 ഗ്രൂപ്പാക്കി വരച്ചു. ഈ 56-നെക്കാളും കുറവായിട്ടുള്ള സ്ക്വയർ നമ്പർ 49 ആണ്. അത് 7 into 7 ചെയ്യുമ്പോഴാണ് 49 കിട്ടുന്നത്. സോ 7 into 7 we get 49. സോ സബ്ട്രാക്ട് ചെയ്താൽ 7. ഇനി അടുത്ത ഗ്രൂപ്പ് എടുക്കുക, അതായത് 707 ആണ് വരിക. ഇപ്പോൾ 7ൽ അവസാനിക്കുന്ന ഒരു നമ്പേഴ്സും നമുക്കിവിടെ ഇല്ല. സോ നമ്മളൊരു
അപ്രോക്സിമേറ്റ് ആയിട്ടാണ് ഇവിടെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 7 ഡബിളാക്കി എഴുതാം. അതായത് 2 ടൈംസ്, അത് 14 ആണ്. ഈ 14ൻ്റെ കൂടെ ഏത് നമ്പർ ഇവിടെ ചേർത്താലാണ് നമുക്ക് 707ൻ്റെ തൊട്ടടുത്ത് വരിക എന്ന് നോക്കുക. സോ ഇവിടെ ഒരു നമ്പർ നമ്മൾ ചേർക്കണം, അത് ഡാഷ് ഇട്ട് കൊടുക്കാം. സോ നൗ നമുക്കൊരു ട്രൈ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ 5 കൊണ്ടാണ് ഇവിടെ ഇടാൻ നിൽക്കുക. 5 ഇടുമ്പോൾ ഇവിടെയും 5, അതായത് 145 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കുക. അപ്പോൾ നമുക്ക് എത്ര ആൻസർ വരാൻ നോക്കാം. സോ 5 × 5 25, 2 നമുക്ക് എഴുതാം. 5 4s are 20 plus 2 22, again 2 നമുക്ക് ക്യാരി ഓവർ ചെയ്യാം. 1 5 is 5 plus 725, അതായത് 707നേക്കാളും കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ 5 ഇടാൻ പറ്റില്ല. അതിനേക്കാൾ തൊട്ടടുത്ത സ്മോളർ നമ്പർ 4 ആണ് ഇവിടെ സൂട്ടാവുന്ന നമ്പർ. അതായത് 144 × 4. സോ 4 4s are 16, നമുക്ക് 1 ഇവിടെ ഇട്ട് കൊടുക്കാം. 4 4s are 16 plus 1 17, വീണ്ടും 1 കൊടുക്കാം. 1 4 plus 5 576 ആണ് വരിക, അതായത് 576. ഇനി സബ്ട്രാക്റ്റ് ചെയ്യാം. 7 6 സബ്ട്രാക്ട് ചെയ്താൽ 1, ഇത് 10 എന്ന് എടുക്കാം. 10 7 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 3. സോ വിൽ ഗെറ്റ് ഹിയർ 1. ഓക്കെ, so right here 6 എന്ന് 5 സബ്ട്രാക്ട് ചെയ്ത 131, അതായത് 131 എന്നുള്ള റിമൈൻഡർ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതുകൊണ്ട്. സോ വി ക്യാൻ സബ്ട്രാക്ട് 131 ഫ്രം ദ 5607 മൈനസ് 131. ഈ സോ 5067 ആണ്. ഞാൻ 500 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഇതിവിടെ 5607, 567 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. 5607. So when we can subtract, that is 5607 minus 131. In 6, then we can write here. So 13 10 minus 3 7, then here 5 4 5, that is 476. സബ്ട്രാക്ട് ചെയ്ത് വരുന്ന നമ്പർ. അപ്പോൾ ഈ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട്, ഇറ്റ് ഈസ് വെരി ഈസി. നമ്മുടെ കോഷ് The next question, example 12. Find the least number that must be added. That must be added to 1300 so as to get a perfect square. Also find the square root of the perfect square. അപ്പോൾ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ, so we should find the least number that must be added to 1300 so we will get, so as to get a perfect square. 1300ൻ്റെ കൂടെ ഒരു ലീസ്റ്റ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്? ആൻഡ് ഓൾസോ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ഓൾസോ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ, കിട്ടുന്ന നമ്പറിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഡിവിഷൻ മെത്തേഡിൽ ഡിവൈഡ് ചെയ്യാം. 2 ഗ്രൂപ്പാക്കി 13നേക്കാളും കുറഞ്ഞ സ്ക്വയർ നമ്പർ, ദറ്റ് ഈസ് 3 സ്ക്വയർ ആണ്. 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16 ആയി പോകും. 3 സ്ക്വയർ ആണ് ഇവിടെ നമുക്ക് എഴുതേണ്ടത്. 3 സ്ക്വയർ 9, സബ്ട്രാക്ട് ചെയ്താൽ 4. ഇനി ഈ നമ്പർ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 6, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിൻ്റെ ഡബിൾ. ഇനി അടുത്ത ഈ ഗ്രൂപ്പ് ഇറക്കുക 400. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു നമ്പർ സെലക്ട് ചെയ്യണം. ആ നമ്പർ
400 അടുത്ത് വരണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. നമ്മൾ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത് 5 കൊണ്ടാണ്. ഇവിടെ 5 എന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര വരും നോക്കാം. then 5 5 are 25, വീണ്ടും 2 5 6 are 30 plus 2 32. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് വരുന്നത്. 6 ടൈംസ് ഇട്ടാലോ, നമുക്കൊരു ട്രൈ കൊടുക്കാം. 6 ടൈംസ് ഇട്ടാൽ എന്താ സംഭവിക്കുക? 6 times 66. So 6 6 are 36, 36 plus 3 39. സോ അത് ഓൾമോസ്റ്റ് തൊട്ടടുത്ത് വരുന്നുണ്ട്. അപ്പോൾ 6 ടൈംസ് 7 ടൈംസ് ആയാൽ ഇറ്റ് വിൽ ഇതിനേക്കാളും എക്സീഡായി പോകും. സോ 6 ടൈംസ് ഇസ് കറക്റ്റ്. 6 times 66 is 396. അപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ 4. അപ്പോൾ 36. സോ നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കുകയാണെങ്കിൽ 4 റിമൈൻഡറാണ്. വാട്ട് മസ്റ്റ് ബി ആഡഡ് എന്ന് പറഞ്ഞാൽ ഈ റിമൈൻഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. സോ 1300 കൂടെ 4 ആഡ് ചെയ്താൽ 1304. But if you find like this answer, it will not be, we won't get a natural number, whole number here. കാരണം 1304 എന്ന് പറയുന്നത് it is not a 1304 is not a perfect square. It's not a perfect square. So what is that number? So our answer, we know here 36 square is less than 1300. അത് നമുക്ക് ഷുവറാണ്, കാരണം നമുക്ക് റിമൈൻഡർ 4 വരുന്നുണ്ട്. വിച്ച് മീൻസ് 36 സ്ക്വയർ that is equal to 1296. So we the number we want is the next number, that is 37 square ആണ് നമ്മൾക്ക് ആവശ്യമായത്. So what is 37 square? So that is 37 into 37. So we can multiply 37 into 37, we can find out. So the number, we are searching the next square number, that is equal to 1369. So what is the difference between these two numbers? So what must be added? So 1369 minus 600 minus 1300, which is equal to 69. The least number, therefore the least number (64), that must be 60. That least number 64 must be, you can avoid that word, must be added. The least number 64 must be added to 1300 so as to get a perfect square. So square root of perfect square, we know that is square root of 1369. Obviously that is 37. So ഇതിൽ നിന്ന് നമുക്ക് ആൻസർ എടുക്കാം. 37ൻ്റെ അടുത്ത 36ൻ്റെ അടുത്ത നമ്പർ ആയിരിക്കും നമ്മുടെ ആൻസർ 37. അതിൻ്റെ സ്ക്വയർ നോക്കിയാൽ മതി. സോ 69 ആണ് ആഡ് ചെയ്യേണ്ട 69. സോ ഐ ഹാവ് റിട്ടൺ 64 ഹിയർ. 69 ആണ് ആഡ് ചെയ്യേണ്ട നമ്പർ.